എൻ്റെ മകനെ 23-ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയി. ആ സമയം ഞാൻ ഇരുന്ന് രാത്രി മുഴുവൻ ആദ്യ ദിവസങ്ങളിലൊക്കെ രാത്രി മുഴുവൻ എന്നു പറഞ്ഞ പോലെ ഞാൻ ബൈബിൾ എഴുതുമായിരുന്നു. ടീച്ചറിൻ്റെ ബൈബിൾ എഴുതിയപ്പോൾ അതിൻ്റെ പ്രത്യേകത POC ബൈബിളിലെ ഒരു പേജ് അതേപടി തന്നെ വളരെ മനോഹരമായിട്ട് അദ്ദേഹവും എഴുതി വെച്ചു. എൻ്റെ പേര് ഫിലോമിന MC. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മണിപ്പുഴ ഇടവക അംഗമാണ്. അപ്പം അതിൻ്റെ പ്രചോദനം ബൈബിൾ എഴുതാനായിട്ട് എനിക്ക് ആദ്യം ഒരു പ്രചോദനം ഉണ്ടായത് തന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനിൽ നിന്നാണ്. അപ്പം അന്ന് കോവിഡ് കാലമായിരുന്നു. കോവിഡ് കാലത്ത് അന്നത്തെ വികാരി അച്ഛനായിരുന്ന ജോസ് കാരിമറ്റച്ഛന് ഒരു സൺഡേ പ്രസംഗത്തിൽ അച്ഛനിങ്ങനെ പറയുകയുണ്ടായി, അതായത് ഇപ്പം ഈ കോവിഡ് കാലത്ത് ബൈബിള് എല്ലാവരും വായിക്കണം, വചനത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്, ബൈബിള് വായിക്കണം, അതുപോലെ തന്നെ ബൈബിള് എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റും, അപ്പം നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അതുവഴി ലഭിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു സ്പാർക്ക്. അതിന് മുമ്പും പലരും ബൈബിള് വായിക്കുന്ന കാര്യം എഴുതുന്ന കാര്യം എന്ന് പറഞ്ഞപ്പോൾ എന്തോ എനിക്കറിയത്തില്ല, പെട്ടെന്നൊരു സ്പാർക്ക് എനിക്ക് തോന്നി. ബൈബിള് എഴുതണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ തോന്നി. ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ഒരു 1-2 ആഴ്ച ഇങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ബ്ലസ്സഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. ബ്ലസ്സഡ് ഫാമിലി എന്ന് പറയുന്നത് മക്കൾ മരിച്ച അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ കൂട്ടായ്മയിൽ പ്രധാനമായിട്ടും രേണു ചേച്ചി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് അതിന് നേതൃത്വം നയിക്കുന്നത്. ബഹുമാനപ്പെട്ട ദാനിയേൽ പൂർണ്ണത്തിലച്ചനാണ് ആ ഗ്രൂപ്പിൻ്റെ സ്പിരിച്വൽ ഫാദർ. അപ്പം അധികം താമസിയാതെ തന്നെ എനിക്ക് MCRC ഞങ്ങളുടെ ഒരു ഗ്യാതറിങ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് അച്ഛനോട് ഇതിനൊക്കെ പറ്റി പറയും. അപ്പോൾ അച്ഛൻ എനിക്ക് പേപ്പർ എഴുതാനുള്ള പേപ്പർ ബ്ലെസ് ചെയ്ത് തരികയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ബൈബിൾ എഴുതാനായിട്ട് തുടങ്ങി. അപ്പോൾ ബൈബിൾ എഴുതാനായിട്ട് തുടങ്ങിയെങ്കിലും ആദ്യം ഒരുപാട് അസ്വസ്ഥതകളായിരുന്നു. എനിക്ക് പേജുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ തെറ്റുകൾ വരുന്നു. അങ്ങനെ 1-2 ആഴ്ച കടന്നുപോയി. അതിനുശേഷം പിന്നീട് വളരെ സ്മൂത്തായിട്ടാണ് എനിക്ക് എഴുതാനായിട്ട് പറ്റിയത്. കാരണം എഴുതാനൊരു എന്തോ ഒരു ഭയങ്കര ആവേശം. ആ ആവേശം, അതായത് എത്ര യാത്ര ചെയ്തിട്ടാണ് ഞാൻ പകൽ സമയത്ത് പലപ്പോഴും എനിക്ക് എഴുതാൻ പറ്റാറില്ല. കാരണം ഞാൻ റിട്ടയർ ചെയ്തു. ഞാൻ കാഞ്ഞിരപ്പള്ളി കോർപ്പറേറ്റ് സ്കൂളിലെ ഒരു അധ്യാപികയായിരുന്നു. ഞാൻ ആ റിട്ടയർ ചെയ്തിട്ട് കൗൺസിലിങ്ങിനായിട്ട് കുട്ടികൾ ഇപ്പോഴും സ്കൂളുകളിൽ പോകുന്നുണ്ട്, കൗൺസിലിംഗ് നടത്താനായിട്ട് സ്കൂളുകളിൽ പോകുന്നുണ്ട്. പിന്നെ സൺഡേ ദിവസങ്ങളിലാണ് പിന്നെ സൺഡേ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പകൽ പല സമയത്തും എനിക്ക് എഴുതാനായിട്ട് പറ്റുകയില്ല. അപ്പം ഞാൻ രാത്രി സമയങ്ങളിലാണ് സാധാരണ ബൈബിൾ എഴുതാറുള്ളത്. അപ്പം ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം. പിന്നെ അതിനെ ഉപരിയായിട്ട് എനിക്ക് പലപ്പോഴും ഉറക്കക്കുറവുണ്ടായിരുന്നു. എൻ്റെ മകനെ 23-ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയി. അപ്പം അതിന് ശേഷം ഉറക്കക്കുറവ് എനിക്കുണ്ടായിരുന്നു. അപ്പം ആ സമയം ഞാൻ ഇരുന്ന് രാത്രി മുഴുവൻ ആദ്യ ദിവസങ്ങളിലൊക്കെ രാത്രി മുഴുവൻ എന്നു പറഞ്ഞ പോലെ ഞാൻ ബൈബിൾ എഴുതുമായിരുന്നു. ഞങ്ങളുടെ മണിപ്പുഴ ഇടവക്കാരിയായ ജോളി ടീച്ചറുടെ ഒഫീഷ്യൽ നെയിം ഫിലോമിന എന്നാണ്. സമ്പൂർണ്ണ ബൈബിൾ വളരെ മനോഹരമായിട്ട് പകർത്തി എഴുതി. നമ്മൾ ബൈബിൾ പകർത്തിയെഴുതുന്ന ധാരാളം കാണുമെങ്കിലും പല വോള്യത്തിലായിട്ടാണ് അവയെല്ലാം ബൈൻഡ് ചെയ്ത് വരിക. പക്ഷേ ടീച്ചറിൻ്റെ ബൈബിൾ എഴുതിയപ്പോൾ അതിൻ്റെ പ്രത്യേകത POC ബൈബിളിലെ ഒരു പേജ് അതേപടി തന്നെ വളരെ മനോഹരമായിട്ട് അദ്ദേഹവും എഴുതി വെച്ചു. വായിക്കാൻ വളരെ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗാണ്. നമുക്ക് ടീച്ചറിൻ്റെ അധ്വാനത്തെ ഒത്തിരി വിലമതിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ഇടവകയിൽ സമ്പൂർണ്ണ ബൈബിൾ പാരായണം നടത്തിയപ്പോൾ ബൈബിൾ പ്രതിഷ്ഠ നടത്തിയത് ടീച്ചർ എഴുതിയ ആ ബൈബിളാണ്. ടീച്ചർ ഇവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപികയാണ്. എല്ലാ ദിവസവും പള്ളി വരുന്ന 2 പേരും, ടീച്ചറും ഭർത്താവ് ജോണി സാറും എല്ലാ ദിവസവും പള്ളി വരികയും കുർബാന സ്വീകരിക്കുന്ന പള്ളിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്.
ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ഭംഗിയായിട്ട് ഇത് എഴുതാനായിട്ട് സാധിച്ചത്. കാരണം ഹസ്ബൻഡ് ഓരോ ദിവസവും എഴുതുമ്പോൾ ചിലപ്പം വൈകിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പം രാത്രിയിലൊക്കെ ഇരുന്ന് എഴുതുമ്പോഴൊക്കെ ആണെങ്കിലും അതിന് ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൈബിൾ ഞാൻ എഴുതി തീരുന്ന പേപ്പറുകൾ ഹസ്ബൻഡാണ് അത് മൊത്തം വായിച്ചിട്ട് ഞാൻ എഴുതി അത്രയും മുഴുവൻ ഭാഗവും ഹസ്ബൻഡ് വായിച്ച് അതിന് തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അക്ഷരത്തെറ്റുകളോ മിസ്റ്റേക്കുകളോ ഒക്കെ വന്നിട്ടുണ്ടാകും. ഒരു 8-10 പേപ്പറൊക്കെ മാറേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം വായിച്ച് അതിൻ്റെ തെറ്റുകളെല്ലാം പറഞ്ഞു തന്ന് അപ്പം പുള്ളിയുടെ ഒരു നല്ല സപ്പോർട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ. ഭാര്യ ഇങ്ങനെ ബൈബിൾ എഴുതുന്നതിനെക്കുറിച്ച് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാനും വളരെ സന്തോഷം, എനിക്കും വളരെ സന്തോഷം. ഞാൻ വേണ്ട അതിനുള്ള ക്രമീകരണ സഹായങ്ങളും എന്നെ കഴിയുന്ന വിധം ഞാൻ ചെയ്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൂഫ് റീഡിങ് പോലെ എഴുതിയ കാര്യങ്ങൾ ഒറിജിനൽ ബൈബിളുമായിട്ട് വെച്ച് കമ്പയർ ചെയ്ത് മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അതുപോലെ ടീച്ചറിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ, നല്ല ഹാൻഡ് റൈറ്റിംഗ്. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഗിഫ്റ്റാണ്. എനിക്കതിന് വളരെ അഭിമാനവും സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയത് സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് ഇംഗ്ലീഷിൽ വേറൊരു ഭാഷയിൽ എഴുതാൻ രീതിയിൽ പുതിയ ഇംഗ്ലീഷിൽ അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. മലയാളം സമ്പൂർണ്ണ ബൈബിൾ എഴുതി, ഇംഗ്ലീഷ് ബൈബിൾ എഴുതി. അത് മലയാളം സമ്പൂർണ്ണ ബൈബിൾ എഴുതാനായിട്ട് 1.5 വർഷക്കാലം എടുത്തു. 1.5 വർഷക്കാലം എടുത്തു കഴിഞ്ഞിട്ട് അത് ബൈൻഡ് ചെയ്തില്ലായിരുന്നു. ബൈൻഡ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വികാരി അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഫാദർ ജോസഫ് കുഴിക്കാട്ട് അച്ഛന് അത് ബൈൻഡ് ചെയ്യണം, നമുക്ക് രൂപതയിൽ അറിയിക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനാണ് പ്രോത്സാഹിപ്പിച്ചത് തന്നെ ബൈബിള് ബൈൻഡ് ചെയ്യാനായിട്ട്. ബൈൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് ബൈബിള് പുതിയ നിയമം എഴുതി, അതും ബൈൻഡ് ചെയ്തു. ഞാൻ ബൈബിൾ എഴുതാൻ തുടങ്ങിയപ്പോഴും പ്രാർത്ഥിച്ചത് ഒരു കാര്യമുള്ളൂ, എൻ്റെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി നിർത്തണേ. ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്താരോടും ഞാൻ പറയുന്നില്ലെങ്കിലും പള്ളിയിൽ ചെന്ന് നിൽക്കുമ്പോൾ പോലും എന്നിലുള്ളൊരു ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു. അപ്പം അത് എൻ്റെ ഒരു വിശ്വാസത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു എൻ്റെ ഉള്ളിൽ ആ ചോദ്യം. പക്ഷേ ബൈബിള് എഴുതാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് ആദ്യം ഒക്കെ ഇച്ചിരി പ്രതിസന്ധികളുണ്ടായെങ്കിലും അത് കഴിഞ്ഞ് ബൈബിൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് യാതൊരു ഭൗതിക നേട്ടത്തിനും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ വിശ്വാസത്തിന് എന്നെ അടിയുറച്ച് നിർത്തണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ആ വിശ്വാസത്തിൽ എനിക്ക് അടിയുറച്ച് നയിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇത് ഒരുപാട് പേർക്ക് ഈ ബൈബിള് എഴുതുന്നതിൽ കൂടി മറ്റുള്ളവർക്കും പ്രചോദനമായിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ ഇത് പുളിക്കൽ പിതാവിനെ അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ അച്ഛൻ തന്നെയാണ് പറയുന്നത്, ജോസഫ് കുഴിക്കാട്ടച്ഛൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിതാവിനെ ഇത് കാണിക്കുന്നത്. പിന്നെ കാഞ്ഞിരപ്പള്ളി ഫാമിലി അപ്പസ്തോലിൻ്റെ ബൈബിള് എഴുതിയവരുടെ മറ്റ് ബൈബിള് എഴുതിയ സമ്പൂർണ്ണ ബൈബിളും അല്ലാതെ ബൈബിളൊക്കെ എഴുതിയ പുതിയ നിയമമൊക്കെ എഴുതിയവരെ ഒരുമിച്ചൊരു ഗ്യാതറിങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നു. അതുപോലെ തന്നെ ഫിയാത്തെ മിഷ്യൻ്റെ ചങ്ങനാശ്ശേരി വെച്ച് അവിടെ വെച്ചും തോമസ് തറയിൽ പിതാവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചും ബൈബിൾ അതിന് ഒരു അംഗീകാരം കിട്ടി. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതുപോലെ മറ്റുള്ളവർ ഇപ്പോൾ ഈ ബൈബിള് ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. നമ്മളറിയാതെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പം വായിക്കാനും അതുപോലെ എഴുതാനും പറ്റുന്നവരൊക്കെ കുറച്ച് സമയം ഇതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുക. അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു നേട്ടമായിരിക്കും.